ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് കാമറൂൺ ഹൈലാൻഡ്സിലെ ഒരു ഷീപ്പ് സാങ്ച്വറിയാണ് കാണാൻ പോകുന്നത്. എവിടെയാണ് എൻ്റെ ലൊക്കേഷൻ, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി കാണാം. നമുക്ക് ആദ്യം ലൊക്കേഷനിൽ നിന്ന് തുടങ്ങാം. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കാമറൂൺ ഹൈലാൻഡ്സ് പഹാങ് എന്ന് പറഞ്ഞിട്ടുള്ള മലേഷ്യയിലെ സ്റ്റേറ്റിലുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മൂന്നാർ പോലത്തെ സ്ഥലമാണ്. അവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബ്രഞ്ചാങ്. അവിടെയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്ന. ഫാമിൻ്റെ പേര് ഷീപ്പ് സാങ്ച്വറി എന്നാണ്. ഇനി ഇതിൻ്റെ ഏരിയയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ചെറിയൊരു ഫാമാണ് കേട്ടോ. അകത്തേക്ക് കയറി വരുമ്പോൾ താഴത്തെ ഒരു മലയുടെ ചരിവ് ഭാഗത്തായിട്ടുള്ളൊരു ഫാമാണ്. ഇവിടെ ഒരു 10-50 ആടെന്ന് പറഞ്ഞാൽ ഷീപ്പ്, ചെമ്മരി ആടും, പിന്നെ ലാമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒട്ടകത്തിൻ്റെ വേരിയൻറ്റ് പെട്ടെന്ന് ഒരു ജീവിയാണെന്ന് പറയുന്നത്. പക്ഷേ ഒട്ടകം നല്ല ചൂടുള്ള സ്ഥലത്ത് ഡെസേർട്ടിൽ ജീവിക്കുന്നതാണ്. ഇത് വടക്കേ അമേരിക്കയിൽ ജീവിക്കുന്നതാണ്. ഇത് നല്ല ചെമ്മരിയാടിൻ്റെ പോലെ തന്നെ രോമമുള്ള ജീവിയാണ്. ഇതിൻ്റെ രോമം ഇറച്ചിയും ഒക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ കഴുതയുടെ കൂട്ട് ലോഡ് കൊണ്ടുപോകാനൊക്കെ വേണ്ടി ബൊളീവിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പം കണ്ടതാണ് കേട്ടോ. സത്യത്തിൽ ഈ രണ്ട് ജീവികളും നമ്മൾ മലയാളികൾക്കധികം പരിചയമുള്ള ജീവികളല്ലല്ലോ. പ്രത്യേകിച്ച് ലാമയൊന്നും കേരളത്തിൽ നമ്മൾ കണ്ടു വളർന്നതൊന്നും അല്ലല്ലോ. തണുപ്പുള്ള സ്ഥലങ്ങളിലുണ്ടാകുന്നതല്ലേ. പക്ഷേ ഞാൻ നമ്മുടെ സന്തോഷ് ജോർജ് ഓളങ്ങരയുടെ സഫാരി സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് പലയിടത്തും ഞാൻ ഈ ജീവിയെ കണ്ടിട്ടുണ്ട്. പിന്നെ ആ ജീവി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ മലേഷ്യയിൽ പല സ്ഥലങ്ങളിലും പെറ്റിംഗ് ഷോയിലൊക്കെ ഇപ്പം ലാമ ഒരു സജീവ സാന്നിധ്യമാണ്, സ്ഥിരം കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഈ ഷീപ്പ് സാങ്ച്വറി എന്ന് പറയുന്നത് ഫ്രീ അല്ല കേട്ടോ. ആരും വന്നാലും കയറാനൊന്നും പറ്റത്തില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ ഉള്ളൂ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് വിടുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വലിയ ആൾക്കാർക്ക് 15 റിങ്കറ്റും കുട്ടികൾക്ക് 8 റിങ്കറ്റും ആണേ. പിന്നെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ അവരിങ്ങനെ ഫീഡ് വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ഉണ്ടയുണ്ടയായിട്ടുള്ള സാധനം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും. ദുബിയും വിഷ്ണു ഒക്കെ അതിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സാധനം എനിക്ക് അറിഞ്ഞുകൂടാ. പശുവിനൊക്കെ നമ്മൾ കാടി കലക്കുന്ന ഒരു ഇതില്ലേ, അതേപോലത്തെ അതേപോലത്തെ എന്തോ ഒരു ഉണ്ട. അതൊരു പാക്കറ്റിൽ 5 റിങ്കറ്റിന് കിട്ടും. പിന്നെ അല്ലാതെ പുല്ലും അവരവിടെ ഫ്രഷ് ആയിട്ടുള്ള പുല്ല് വെട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വൈറ്റ് കളറിലെ പാക്കറ്റ് കൊണ്ടുവന്ന് തുറക്കുമ്പോൾ തന്നെ ഈ ജീവികൾക്കെല്ലാം മനസ്സിലാകും ഇവരെ ഫീഡ് ചെയ്യാൻ വന്നേക്കുമെന്ന്. പിന്നെ നമ്മളിത് പാക്കറ്റ് ഒന്ന് പൊളിക്കാനോ എടുക്കാനോ സമയം പോലും തരാതെ ഇത് നമ്മുടെ പുറകിന് വന്ന് ചേസ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ആനിമൽസുമായിട്ട് അത്ര ഫെമിലിയർ അല്ലാത്ത, അല്ലെങ്കിൽ ആനിമൽസിനെ കുറച്ച് പേടിയുള്ള ആൾക്കാർ പാനിക്കാവുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനിങ്ങനെ തുറന്ന് വിട്ടേക്കുന്നതുകൊണ്ട് പല സമയത്തും ഇതിൻ്റെ ഈ കുളമ്പ് വെച്ചുകൊണ്ട് നമ്മുടെ കാലിൽ ഇത് ചവിട്ടുന്നുണ്ട്. അപ്പം ചെറിയ കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർ അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങ് നടക്കുക. അപ്പോൾ അതിൻ്റെ ഇത്രയും വെയിറ്റും കൊണ്ടുകൊണ്ട് നമ്മുടെ കാലിലോട്ട് ആ കുളമ്പ് വെച്ച് ചവിട്ടുമ്പോൾ അത്യാവശ്യം നല്ല വേദനയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആടുകളെയാണ് അവരിങ്ങനെ പുറത്തിങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നത്. കുറച്ച് അഗ്രസീവായിട്ടും ചിലപ്പം വയ്യാത്തതുമായിരിക്കാം അതിനെ കൂട്ടിനകത്തിൽ അവരിട്ടിരിക്കുകയാണ്. പിന്നെ ചില കൂടുകൾ അടച്ചിട്ടിരിക്കുക, നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചില കൂടുകൾ തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതെനിക്കൊന്ന് വിസിറ്റേഴ്സിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ആടിനെയും ഇലാമയും ഇവരിവിടെ നിർത്തിയേക്കുന്നത്. ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ വലിയ ഫാം വേറെ ഉണ്ടാകുമ്പോൾ അവിടെ വിസിറ്റേഴ്സ് അലൗഡ് ആയിരിക്കത്തില്ല. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. കാരണം ഇവിടെ കുറച്ച് ഏരിയയേ ഉള്ളൂ. ചിലതിനെയൊക്കെ നല്ലതുപോലെ ഷേവ് ചെയ്ത് അതിൻ്റെ രോമമൊക്കെ എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ നല്ല രോമത്തോടു കൂടി അത് ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ മഴ പെയ്ത് ഈ ചെമ്മരിയാടിൻ്റെയൊക്കെ രോമത്തിനകത്ത് ഈ മഴവെള്ളമൊക്കെ വീണ് കുതിർന്ന് അതിൻ്റെ കൂടെ അത് തറയിലൊക്കെ കിടന്നിട്ടായിരിക്കും ആ അഴുക്കുമൊക്കെ പറ്റി അകപ്പാടൊരവസ്ഥയിലായിരുന്നു. ചിലതിനൊന്നും തൊടാൻ തോന്നില്ല. ചിലതൊക്കെ പക്ഷെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, മഴ നനയാത്തത്. പക്ഷേ അത്യാവശ്യം ക്ലീനായിട്ട് തന്നെയാണ്. കാണുമ്പോൾ കുറച്ച് ഡേർട്ടി ആയിട്ട് തോന്നുമെങ്കിലും അവരവിടെ ഈ ആടെല്ലാം കാഷ്ടിക്കുന്ന അപ്പം തന്നെ ഒരാൾ നിന്ന് തൂത്തുവാരി മാറ്റുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. അതിനുവേണ്ടി തന്നെ 1-2 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുട്ടികളെയും കൊണ്ട് ടൗണിലൊക്കെ തന്നെ ജീവിക്കുന്ന ആനിമൽസിനെ ഒന്നും കാണാൻ പറ്റാത്ത കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ടും വലിയ ആൾക്കാരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷീപ്പ് സാങ്ച്വറിയുടെ വിശേഷങ്ങൾ. ഇനി നമ്മൾ മുകളിലോട്ട് കയറി പോകണം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല ഗ്രീനറി ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഏരിയയിലോട്ടാണ് ഇറങ്ങുന്നത്. വീഡിയോ വലുതായതുകൊണ്ട് മാർക്കറ്റ് ഏരിയയുടെ വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടിലായിട്ട് ഇടാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത മാർക്കറ്റ് വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ബൈ, താങ്ക് യു.